ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 9/7/2024 24,417 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് തന്നത്. അതായത് ഒരു 42 പോയിന്റിന്റെ പ്ലസിൽ 24,459.60 എന്ന ലെവലിൽ ഓപ്പൺ ആവുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ അതിനു മുകളിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ലഭിച്ചേക്കാം എന്ന് കരുതിയ ടാർഗറ്റ് 24,488 ആയിരുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചേർത്ത് പോയ ടാർഗറ്റാണ്. എന്നാൽ അതിനോട് അടുത്തെത്തിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 100 പോയിന്റ് 100 ചില്ലറ പോയിന്റ് മാത്രം മൂവ് ചെയ്ത് വളരെ ചെറുതായ ഒരു മൂവ്മെന്റ് മാത്രം, ചെറിയ ടൈം ഫ്രെയിമിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് നിഫ്റ്റി അപ്വേർഡ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ലെവലുകളിൽ എത്തി നിന്നിരുന്നു. അപ്പോൾ കൃത്യമായും ഓപ്പൺ ചെയ്ത പാടെ തന്നെ അവിടെ സെല്ല് വന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് അടിച്ചു. കൃത്യം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുക തന്നെ ചെയ്തു. 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡലിൽ ആദ്യത്തെ 5 മിനിറ്റ് അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ചെറിയ ടൈമിൽ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ഇത് കാണാൻ കഴിയും. വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ പുതിയ ഹൈ തരുന്നതിന് പകരം വീണ്ടും ലോ തന്നു. അപ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. കൂടെ ചേർന്നവർക്കെല്ലാം ഇന്ന് പ്രോഫിറ്റിന്റെ പെരുമഴയായിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് രേഖപ്പെടുത്തിയിരുന്ന പ്രധാനമെന്ന് കരുതിയിരുന്ന 2 സപ്പോർട്ട് സോണുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട്, സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് പോയി. എന്നാൽ തേർഡ് വൺ അത് അത്രയും ദൂരം വരില്ല എന്ന് നമ്മൾ കരുതിയിരുന്നത് തന്നെയാണ്. അപ്പോൾ അത്രയും ദൂരം ഡൗൺ ചേർന്ന് ആദ്യത്തെ 2 മണിക്കൂർ നല്ല ഫാളിംഗ് തന്നതിന് ശേഷം തുടർന്ന് പ്രൈസ് പതിയെ അപ്വേർഡ് സഞ്ചരിച്ചു തുടങ്ങി. കൃത്യമായും അവ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്താനും ക്യാൻഡിൽ പാറ്റേണുകളും തിരിച്ചറിയാനും കഴിയുന്നവർക്ക് കൃത്യമായ ട്രേഡ് അപ്വേർഡും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് എല്ലാവർക്കും തന്നെ നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 24,265 എന്ന ലെവലാണ്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഇന്നത്തെ ഹൈയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 24,461 എന്ന ലെവലിലാണ്. അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റന്റ് ഓർ സപ്പോർട്ട് ഏരിയകളും ഉണ്ട്. അപ്പോൾ നാളെ ഈ ഏരിയയിൽ, ഇവിടെ ഞാൻ ഈ ഏരിയയെ, ഇതിന് രണ്ടിനും ഇടയിലുള്ള ഏരിയ, ഈ ക്ലോസിങ്ങിനും ഇതിനും ഇടയിലുള്ള ഏരിയ ഒരു ഫ്ലാറ്റ് ഏരിയ, ഫ്ലാറ്റ് ഓപ്പണിംഗ് കണ്ടിന്യൂവേഷൻ എന്ന ലെവലിലാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കാറ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് കണ്ടിന്യൂവേഷനായി ഇവിടെ തന്നെ ഓപ്പൺ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് പ്രൈസ് ആക്ഷൻ പ്രകാരം 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫെയിൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. തുടർന്നും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, എന്നാൽ അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി ഞാൻ 24,408 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ ഞാനൊന്ന് ടാർഗറ്റ് ബുക്ക് ചെയ്തേക്കാം. അത് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, തുടർന്ന് ഈ ലെവൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിൽ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിലെല്ലാം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന ലെവലുകൾ കണക്കാക്കിക്കൊണ്ട് ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന ഫീൽ ലഭിക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ അപ്പോൾ ലഭിക്കാവുന്ന ആ ഒരു മൂവ്മെന്റിനനുസരിച്ച് തരാവുന്ന ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് സെറ്റ് ചെയ്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ വീണ്ടും അതുവരെ ഈ ഡേയ്സ് ഹൈക്ക് മുകളിൽ, ഇതുവരെ തന്നെ ഓൾ ടൈം ഹൈക്ക് മുകളിൽ കയറി ഒരു ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അതിന് മുകളിൽ
5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാം എന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് 24,506, 579, 653 എന്നിങ്ങനെ ഞാൻ മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതായിരിക്കും ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കുക. അതിനുശേഷം PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ പ്രധാന സപ്പോർട്ടിന് താഴെ, ആ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആക്ഷനാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 24,208 എന്ന ലെവലിനൊക്കെ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ചേർത്തിട്ടുള്ളവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അവ 24,168, 24,141 എന്ന ഇന്നത്തെ ലോ, അതിനുശേഷം 24,103, 24,092, 24,055, 24,010, 23,983 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ ഇതാണ്, മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അടുത്തതായി 52,129 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട്. നാളത്തേക്കുള്ള ആദ്യത്തെ എൻ്റെ സപ്പോർട്ട് ലെവൽ ഇതാണ്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 52,628 എന്ന ലെവൽ തന്നെയാണ്. എന്നാൽ അതിനിടയിൽ ധാരാളം മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇത് തന്നെയാണെങ്കിലും 52,628 ആണെങ്കിൽ പോലും ഇതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസുകളിലെല്ലാം ചെന്ന് പ്രൈസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഡിക്ലൈൻ വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഓരോ ലെവലുകളും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവ 52,487, 52,549, 628 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് മനസ്സിലായാൽ, അങ്ങനെയാണ് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഇൻഡിക്കേഷൻ നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ ഈ 52,129 എന്ന പ്രധാന സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 52,074 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെയെല്ലാം ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 52,774, 51,995, 51,729, 51,557, 51,367, 246 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഈ സപ്പോർട്ട് ലെവലുകൾ തിക്ക് ബ്ലൂ ലൈനിൽ വരച്ചിട്ടുള്ളവ അല്പം സ്ട്രോങ് ആണെന്നാണ് ഞാൻ കരുതുക. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 79,730 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ആയി 80,480 എന്ന ലെവൽ തന്നെയാണ്, ഓൾ ടൈം ഹൈ തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ 80,051, 278, 397 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ തന്നെയാണെങ്കിലും ഇതിനിടയിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളെല്ലാം മൈനർ റെസിസ്റ്റൻസ് ലെവലുകളെല്ലാം ടാർഗറ്റ് ഏരിയകളായി ആദ്യം വർക്ക് ചെയ്തേക്കാം. അപ്പോൾ ആ ഏരിയയിൽ ടെസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യുകയും വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്പോൾ തന്നെ മൂവ് ചെയ്യുന്ന ഒരു സിംറ്റമാണ്, ഇൻഡിക്കേഷനാണ് നൽകുന്നത് എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ആ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഉയരമാണ്. എന്നാൽ അതിന് മുകളിലായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ഇവിടെ 278, 397, 480 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 480 മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റാണ് 552, 739, 944 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ സെൻസെക്സിൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്നത് 79,730 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ അങ്ങനെയാണ് ലഭിക്കേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയാൽ ലോ ആണ്. എന്നാൽ അതിന് താഴെ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ 79,579 എന്ന ലെവലിന് താഴെ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് സൈഡിലേക്ക് ഒരു ഡിക്ലൈൻ തന്നെ നൽകിയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റാണ് 79,433 എന്ന ഇന്നത്തെ ലോ. അതിന് താഴെ 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും ഡിക്ലൈൻ സംഭവിച്ചേക്കാം. 79,349, 79,228, 79,040, 78,906, 78,847 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ ഡൗൺ സൈഡ് ടാർഗറ്റുകളായി ഞാൻ കരുതിയിട്ടുള്ളത്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവയെല്ലാം ഈ ലൈനുകളെല്ലാം ലെവലുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കാണുകയാണെങ്കിൽ വ്യക്തമായി മനസ്സിലായേക്കും. സൂം ചെയ്ത് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ഞാനവ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലെവലുകൾ ഇങ്ങനെ ക്ലോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ പോലും ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കണ്ടീഷണലാണ്. ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ഫർദർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അതേ ഡയറക്ഷനിലേക്ക് ട്രേഡ് എങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഒരു ലെവലുകൾക്ക് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഗുണകരമാണ് എന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെയുള്ള വാർത്തകൾ ഓരോരുത്തരും നമ്മളുടെ ലെവലുകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട് ട്രേഡിംഗ് ഒരു സ്റ്റൈലാക്കി രൂപപ്പെടുത്തി രാവിലെ മോർണിംഗിൽ തന്നെ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും നിറയെ പേർ പ്രോഫിറ്റുകൾ തന്നിരുന്നു. അപ്പോൾ അവരുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയായി ചാനൽ സജീവമാക്കാറുണ്ട്. ദിവസവും നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ലിങ്ക് ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ പരിശോധിക്കുന്നവർക്ക് തീർച്ചയായും നമ്മുടെ ചാനലിന്റെ വീഡിയോയുടെ ലിങ്ക് അതാത് ദിവസം അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാം ചാനലിലെ മെസ്സേജുകൾക്ക് അലർട്ട് വെച്ചിരുന്നാൽ കാര്യങ്ങൾ എളുപ്പമായേക്കാം. അപ്പോൾ നാളെയും നല്ല മൂവിങ് ഉണ്ടാവട്ടെ എല്ലാ ഇൻഡെക്സുകളിലും. എല്ലാവർക്കും അത് വ്യക്തമായി തിരിച്ചറിയാനും നന്നായി ട്രേഡ് ചെയ്യാനും കഴിയട്ടെ. നല്ല ലാഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്